രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, സാമ്പത്തിക പ്രശ്നത്തിന്റെ അടിയാധാരം എന്നുള്ളത് തൊഴിലില്ലായ്മയാണ്. ജനങ്ങൾക്ക് തൊഴിലില്ല, ജോലിയില്ല. അങ്ങനെ ജോലിയില്ലാതെ കഴിയുന്ന ഒരു സമൂഹത്തിന് തൊഴിൽ കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമാണ്. അത്തരത്തിൽ തൊഴിൽ കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇനി തൊഴിൽ കൊടുക്കുന്ന ആൾക്കാർക്ക് പിന്തുണ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഏറ്റവും കൂടുതൽ വ്യാപാര രംഗത്ത് ഒരുപാട് തൊഴിൽ നമുക്ക് കാണാൻ കഴിയും. വ്യാപാര രംഗത്ത് ഒരുപാട് തൊഴിൽ കൊടുക്കുന്ന ആൾക്കാരെ സ്വയം ഒരു തൊഴിൽ കണ്ടെത്തുകയും മറ്റുള്ള ഒരുപാട് പേർക്ക് ചെറിയ ശമ്പളമാണെങ്കിൽ പോലും തൊഴിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് വ്യാപാര മേഖല. പക്ഷെ നമ്മൾ അതിനെ പാടെ കൈയൊഴിഞ്ഞു കളഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരു സാമൂഹിക രംഗത്ത് സാമ്പത്തികമായി നമ്മളെല്ലാവരും പിന്നോട്ടടിക്കാനും ഒരു വലിയൊരു സംഘം ആൾക്കാരുടെ ഭക്ഷണ മേഖല, അവരുടെ ഉപജീവന മേഖലയെ തകർക്കാനും വലിയ തോതിൽ കാരണമായിട്ടുണ്ട്. നമ്മൾ ജീവിക്കുമ്പോൾ ഒരാൾ കൂടി ജീവിക്കട്ടെ എന്ന് മറ്റുള്ളവരെ ജീവിപ്പിച്ച് ജീവിക്കുക എന്ന ഒരു മഹത്തായ ഒരു സന്ദേശമാണ്. നമ്മുടെ നാട്ടിലെ പൈസ 1000 രൂപയ്ക്ക് ഞാൻ അതിന് പർച്ചേസ് ചെയ്തു, വിദേശത്ത് നിന്നുള്ള ഒരു കമ്പനിയാണ്, അവരുമായിട്ട് ഞാൻ കച്ചവടം നടത്തുന്നതെങ്കിൽ 1000 രൂപ എന്റെ മണ്ണ് വിട്ട് പുറത്തുപോയി, എന്റെ രാജ്യം കടന്നുപോയി. ആ പൈസയുടെ എന്ത് ചെയ്യും? കുറവ് ഈ രാജ്യത്ത് രേഖപ്പെടുത്തും. പൈസ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? വില കൂടും. വില കൂട്ടമാകുമ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയാതെയാവും. ഒരു 1000 രൂപ ഒരു നാട്ടിൽ ഞാൻ ഇറക്കിയാൽ 1000 രൂപ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് ഇറക്കിയതാ. അതാണ്ടാ പണം പൂഴ്ത്തിവെക്കൽ എന്ന് പറഞ്ഞത്. പണം പൂഴ്ത്തിവെക്കൽ എന്ന് റസൂൽ പറഞ്ഞ കാര്യം എന്താണ്? പണം ചക്രമാണ്, കറങ്ങിക്കൊണ്ടേയിരിക്കണം. നീ പൈസ പുറത്തിറക്കുമ്പോൾ ഒരുപാട് മനുഷ്യർക്ക് അതിൽ ആശയുണ്ട്, ഒരുപാട് മനുഷ്യർക്ക് അതിൽ ഭക്ഷണമുണ്ട്, ഒരുപാട് മനുഷ്യർക്ക് അതിൽ മരുന്നുണ്ട് എന്ന്. ഒരു നാടിന്റെ